ഹലോ ഗായ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഞങ്ങൾ രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. സമയം ഇപ്പോൾ 7:15 7:30 ആയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ എവിടേക്കാണ് പോകണമെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ വേറൊരു ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ലൈഫിൽ ഇതുവരെ ട്രെയിനിൽ കയറിയിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ആ ആഗ്രഹം സാധിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ഇപ്പോൾ എൻ്റെ മാത്രമല്ല, കുട്ടികളുടെയും കൂടി ആഗ്രഹമാണ്. അവരും ഇതുവരെ കയറിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ നിന്നാണ് പോയത്. അപ്പോൾ സമയം ഒട്ടും വൈകണ്ടെന്ന് കരുതി ഞങ്ങൾ നേരത്തെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏട്ടൻ കയറിയിട്ടുണ്ട്, പക്ഷെ ഞാനും കുട്ടികൾ ഇതുവരെ കയറിയിട്ടില്ല കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് കേട്ടോ കയറുന്നത്. അപ്പോൾ ഞങ്ങളിതാ രാവിലെ ഒരു 7:30 7:45 ആകുമ്പോഴത്തേക്കും റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് 8:30ക്കാണ് ട്രെയിൻ പറഞ്ഞിരുന്നത്. ഇനി ലേറ്റ് ആവുമോ നേരത്തെ വരുമോ എന്നൊന്നും അറിയാൻ പറ്റില്ലല്ലോ, നമുക്കിതിനെ പറ്റിയൊന്നും അറിയില്ല. പിന്നെ ഏട്ടൻ പറഞ്ഞു ചിലപ്പോൾ നേരത്തെ വരാനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നേരത്തെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ എത്തി നമ്മൾ പാർക്കിങ്ങിൽ ഓട്ടോ കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് പോലും ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. ഒരാളുടെ പിക്ക് ചെയ്യാൻ പോലും ഞാൻ ഇതുവരെ റെയിൽവേ സ്റ്റേഷനിലേക്കൊന്നും വന്നിട്ടില്ല. ഈ പുറത്തുനിന്ന് ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ കാണും, ഇതാണ് റെയിൽവേ സ്റ്റേഷൻ എന്ന് കാണും എന്നല്ലാണ്ട് ഇതുവരെ ഇതിൻ്റെ ഉള്ളിലേക്കൊന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ആദ്യമായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറിയിട്ടുണ്ട്. അപ്പോഴേക്കും ഏട്ടൻ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഈ ടിക്കറ്റ് എടുത്ത് കയറിയിട്ടില്ലെങ്കിൽ എന്താ കള്ളവണ്ടി കയറുക എന്നൊക്കെ ഉള്ളൊരു ഇതൊക്കെ ഉണ്ടല്ലോ. ഞാനിപ്പോൾ പണ്ടൊക്കെ വിചാരിച്ചത് ഈ കള്ളവണ്ടി കയറുക എന്ന് പറയുമ്പോൾ ആരും അറിയാതെ വേറെ ഏതെങ്കിലും വണ്ടിയിൽ കയറി പോകുക എന്നുള്ളതൊക്കെ ആയിരുന്നു കേട്ടോ. നമ്മൾ ഈ ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യുന്നതിനാണ് ഈ കള്ളവണ്ടി കയറുക എന്നുള്ളത് എനിക്ക് കുറച്ചുകൂടി കഴിഞ്ഞിട്ടാട്ടോ മനസ്സിലായതൊക്കെ. അങ്ങനെ ഇവിടെ 2 പ്ലാറ്റ്ഫോം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ ഏതോ ഒരു ട്രെയിൻ വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ 1-2 ട്രെയിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ശ്രീത് അത് കണ്ടിട്ട് അവരെ ട്രെയിനിൻ്റെ ഹോണടി കണ്ടിട്ടേ പേടിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. അതുവരെ ആൾക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ ഹോണടി കേട്ടപ്പോഴേ ആൾ പേടി എന്ന് പറഞ്ഞിട്ട് ഇരിക്കുക കേട്ടോ. അങ്ങനെ നല്ല വെയിലായിട്ടുണ്ട്. പിന്നെ വേറെ ഒരു ട്രെയിനും കൂടി അതിൻ്റെ ഇടയിൽ വന്നിട്ടോ. ഇതിവിടെ സ്റ്റോപ്പില്ലാത്ത ട്രെയിനാണ്, അത് കാരണം നടുക്കുള്ള ട്രാക്കിലൂടെയാണ് കേട്ടോ പോയത്. അങ്ങനെ നമ്മൾ ട്രെയിനിൽ കയറിയിട്ടുണ്ട് കേട്ടോ. ഞാൻ കയറുന്നതിൻ്റെ പേടിയിൽ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കയറിയ വീഴുന്ന അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ ട്രെയിനും നമ്മുടെ കമ്പാർട്ട്മെൻറ്റിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പിലേക്ക് വീഴുക എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ അപകടങ്ങളൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അത് കാരണം ഞാൻ വീഡിയോ എടുക്കാനൊന്നും നിന്നില്ല കേട്ടോ. അങ്ങനെ കയറിയിരുന്നു, പക്ഷേ എനിക്ക് ആ ഒരു സീറ്റ് കിട്ടിയില്ല കേട്ടോ. എൻ്റെ നോട്ടം കണ്ടപ്പോൾ തന്നെ ഏട്ടന് മനസ്സിലായി ആ ഒരു സീറ്റിനായിരിക്കുന്നു. അങ്ങനെ ആഗ്രഹങ്ങളൊക്കെ ഉള്ളവർ സാധിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ഏട്ടൻ എണീറ്റ് വന്ന് ഞാനും കുട്ടികളും കൂടി അവിടെ സൈഡ് സീറ്റിലിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു കേട്ടോ. അതുവരെ ശ്രീത് കിടഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, പക്ഷേ സൈഡ് സീറ്റിൻ്റെ ആളൊക്കെ ആയിട്ട് സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. വണ്ടി ഹോണടി അങ്ങനെ ആളുടെ കൂക്കും വിളിയൊക്കെ കഴിഞ്ഞ് ആൾ പതുക്കെ സൈഡായിട്ടുണ്ട് കേട്ടോ. ആൾക്ക് നന്നായിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നു, പക്ഷേ ഉറങ്ങിയിട്ടില്ല കേട്ടോ. ഒരുപാട് കഴിഞ്ഞിട്ടാട്ടോ ഉറങ്ങിയത്, കാരണം ഈ സൗണ്ടും ഭയങ്കരമായിട്ട് കാറ്റടിക്കുന്ന കാരണേ. അങ്ങനെ നമ്മളൊരു 10 മണിയൊക്കെ ആയപ്പോഴത്തേക്കും കോഴിക്കോട് എത്തിയിട്ടുണ്ട് കേട്ടോ. എത്തിയപ്പോൾ ഭയങ്കര വിശപ്പായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ ചായ കുടിക്കാൻ വേണ്ടി കയറി കേട്ടോ. അപ്പോൾ ദോശ പറഞ്ഞപ്പോൾ അത് കിട്ടാൻ വൈകുമെന്ന് പറഞ്ഞ കാരണം നമ്മൾ പൊറോട്ടയും മീൻകറി കേട്ടോ പറഞ്ഞത്. നല്ല അടിപൊളി മീൻകറി ആയിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. അങ്ങനെ ഞങ്ങൾ നേരെ അവിടെ നിന്ന് നടന്ന് SM സ്ട്രീറ്റിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. 2 സൈഡ് നല്ലോണം കച്ചവടക്കാരുണ്ടായിരുന്നു. ഇപ്പോൾ സ്കൂൾ തുറക്കക്കാരനെ കാരണം ബാഗും കുടയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഓവറായിട്ടൊന്നും അങ്ങനെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഭയങ്കര തിരക്കും ചൂടൊക്കെ ആയതുകൊണ്ട്. പിന്നെ ചെയ്തതിൻ്റെ വീഡിയോ എടുക്കാനും മറന്നു കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ ഒരു പാർക്കിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ടൊരു ഓട്ടോ പിടിച്ചു. പക്ഷേ ആ ഓട്ടോ ചേട്ടൻ നമ്മളെ ചതിച്ചു കേട്ടോ. അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ആ ചേട്ടൻ പറയുന്നത് 2 മണിക്ക് ഓപ്പൺ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആ ഏട്ടൻ തിരിച്ചു പോയിട്ടോ. ഞങ്ങൾ പിന്നെ വേറെ ഓട്ടോ പിടിച്ചിട്ടാണ് സരോവരം പാർക്കിലേക്ക് വന്നത് കേട്ടോ. അവിടെ പിന്നെ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ കളിച്ച് അപ്പോഴാണ് 1:30ക്ക് നമുക്ക് തിരിച്ച് ട്രെയിൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ ഞങ്ങൾ നേരെ അവിടെ നിന്ന് പോകുന്നത്. നമ്മുടെ മെയിൻ ലക്ഷ്യം ട്രെയിനിൽ കയറുക എന്നുള്ളതായതുകൊണ്ട് ഞങ്ങളങ്ങനെ ഒരുപാട് സ്ഥലത്തേക്കൊന്നും പോകാൻ നിന്നിട്ടില്ല കേട്ടോ. അവിടെയൊക്കെ ഒന്ന് കറങ്ങി ജസ്റ്റ് SM സ്ട്രീറ്റിൽ ഒന്ന് പോയിട്ട് പിന്നെ ഞങ്ങൾ നേരെ തിരിച്ചു പോകുന്നു കേട്ടോ. തിരിച്ച് ട്രെയിനിൽ കയറിയപ്പോഴും നമ്മൾ ഈ ലോക്കൽ ട്രെയിൻ ആയ കാരണം നിർത്തിയിട്ടാണ് കേട്ടോ പോണത്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രീത് എണീറ്റ് അങ്ങനെ അവർ ലേസൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരു സമയം നിന്ന് 4 മണിയൊക്കെ ആവാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ തിരിച്ചെത്തിയപ്പോഴത്തേക്കും ഇറങ്ങാനായപ്പോഴത്തേക്കും നമ്മൾ ഈ ഡോറിൻ്റെ അവിടെ നിന്നിട്ട് ഇങ്ങനെ കാഴ്ചകൾ കാണില്ലേ, അതും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ പേടിയാവും നമ്മൾ അടുത്ത് പോയി നിൽക്കുമ്പോഴത്തേക്ക്. അങ്ങനെ തിരിച്ച് കുറ്റിപ്പുറം എത്തിയിട്ടാണ് കേട്ടോ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ.